Dear learners, welcome back to our channel Easy English Grammar. In this class 2, we are going to discuss verbs on the basis of inflection or change. Verbs are classified into two classes. They are regular verbs and irregular verbs. അപ്പോൾ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് വേർബ്സ് അത് ഇൻഫ്ലക്ഷൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം ചേഞ്ചിൻ്റെ അടിസ്ഥാനത്തിൽ വേർബ്സുകളെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതാണ് regular verbs and irregular verbs. Regular verbs are verbs which form their past and past participle forms by the addition of d or ed. ഇപ്പോൾ d അല്ലെങ്കിൽ ed ചേർത്ത് പാസ്റ്റ് ഫോമും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഫോം ചെയ്യുന്ന വേർബ്സിനാണ് റെഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെഗുലർ വേർബ്സ് ആർ വേർബ്സ് വിച്ച് ഫോം ദെയർ പാസ്റ്റ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ബൈ ദ അഡീഷൻ ഓഫ് d or ed. For example, jump, jumped, jumped. അപ്പോൾ ജംപ് അതിൻ്റെ പാസ്റ്റ് ഫോം ജംപ്ഡ് എന്നാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും അത് തന്നെയായിരിക്കും. ഇപ്പോൾ ഡാൻസ്, 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 ഡാൻസ്ഡ്. ഡാൻസിൻ്റെ അവസാനം ഇ ഉണ്ട്, അതുകൊണ്ട് ഡി മാത്രം ചേർത്താൽ മതി. ഇവിടെ ഇ ഡി ചേർത്തിരിക്കുന്നു. ഡാൻസ്, ഡാൻസ്ഡ്, ഡാൻസ്ഡ്. ഇപ്പോൾ ഡാൻസ്, ഡാൻസ്ഡ്, ഡാൻസ്ഡ്. അപ്പോൾ അവസാനം ഇ ഉണ്ട്, അപ്പോൾ നമ്മൾ ഡി മാത്രം ചേർക്കും. അപ്പോൾ ലൈക്ക്, ലൈക്ഡ്, ലൈക്ഡ്. ലൈക്ക്, ലൈക്കിൻ്റെ അവസാനം ഇ ഉണ്ട്, അതുകൊണ്ട് ഡി മാത്രം ചേർക്കും. ലൈക്ക്, ലൈക്ഡ്, ലൈക്ഡ്. ലൈക്ക് എന്നാണ് ഇഷ്ടപ്പെടുക, ലൈക്ഡ് ഇഷ്ടപ്പെട്ടു. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും പാസ്റ്റ് മീനിങ് തന്നെയാണ് വരിക. പക്ഷേ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ഉപയോഗിക്കുന്നത് പെർഫെക്റ്റ് ടെൻസുകളുടെ, അതുപോലെ പാസീവ് വോയിസ് ഒക്കെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. ലെറ്റ്സ് എക്സാമിൻ ഇറഗുലർ വേർബ്സ്. അപ്പോൾ നമുക്ക് ഇറഗുലർ വേർബ്സ് എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇറഗുലർ വേർബ്സ്, അപ്പോൾ റെഗുലർ എന്ന് പറഞ്ഞാൽ ക്രമമുള്ളതെന്നാണ്. അപ്പോൾ അതിൻ്റെ ക്രമം ഞാൻ പറഞ്ഞു, ഡി അല്ലെങ്കിൽ ഇ ഡി ചേർത്ത് നമുക്ക് പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമും ഫോം ചെയ്യാൻ പറ്റും. ഇറഗുലർ വേർബ്സ്, അപ്പോൾ ആസ് ദ ടൈറ്റിൽ ഓർ ദ നെയിം ഇൻഡിക്കേറ്റ്സ് ദേ ആർ ഇറഗുലർ. അത് ഇറഗുലറാണ്, ക്രമരഹിതമാണ്. അപ്പോൾ അതിനെ നമുക്ക് പിന്നെ ഈ പോലെ കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ചില വേർബ്സുകൾ ദർ ഇസ് നോ ചേഞ്ച് അറ്റ് ഓൾ. ഇപ്പോൾ കട്ട്, 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 കട്ട്. ഇപ്പോൾ മൂന്ന് ഫോമും കട്ട് തന്നെയാണ്. പുട്ട്, പുട്ട്, പുട്ട്. കാസ്റ്റ്, കാസ്റ്റ്, കാസ്റ്റ്. ഇതൊക്കെ മൂന്ന് ഫോംസും സെയിം ആണ്. ചിലത് വേർഡ് തന്നെ മാറുന്നുണ്ട്. ഇപ്പോൾ ഗോ, വെൻറ്റ്, ഗോൺ. ഗോ, വെൻറ്റ്, ഗോൺ. ദ വേർഡ് ഗോ ഹാസ് 2 letters ബട്ട് ദ വേർഡ് വെൻറ്റ് ഹാസ് 4 letters. അപ്പോൾ ഇതിന് 2 അക്ഷരമുള്ളത്, ഇതിൽ 4 അക്ഷരമുണ്ട്. അപ്പോൾ ഇതിലുള്ള അക്ഷരമൊന്നും ഇതിലില്ല. അപ്പം വേർഡ് തന്നെ മാറിപ്പോകുന്നു. ഗോ, വെൻറ്റ്, ഗോൺ. കം, കെയിം, കം. ഇവിടെ വവൽ ചേഞ്ച് ആണ് വരുന്നത്. കം കെയിമായി മാറുന്നു, വീണ്ടും കം ആയിട്ട് മാറുന്നു. കം, കെയിം, കം. ഡ്രൈവ്, ഡ്രോപ്പ്, ഡ്രിവൺ. ഡ്രൈവ്, ഡ്രോപ്പ്, ഡ്രിവൺ. സിംഗ്, സാങ്, സൺ. സിംഗ്, സാങ്, സൺ. അപ്പോൾ അവിടെ റെഗുലർ ആയിട്ടുള്ള ഒരു പാറ്റേണിലല്ല അത് പോകുന്നത്. അതുകൊണ്ടാണ് അത്തരം വേർബ്സുകൾക്ക് ഇറഗുലർ വേർബ്സ് എന്ന് പറയുന്നത്. Now we are going to look at the spelling rules of regular verbs. Regular verbs ന്റെ സ്പെല്ലിംഗ് റൂൾസ് ആണ്. നേരത്തെ പറഞ്ഞതുപോലെ റെഗുലർ വേർബ്സ് ആർ ഫോംഡ് ബൈ ദ അഡീഷൻ ഓഫ് ഡി ഓർ ഇ ഡി. അപ്പോൾ ഇയിൽ അവസാനിക്കുന്ന വേർബ്സ് ആണെങ്കിൽ ഡി ചേർത്താം. അപ്പോൾ ലൈക്ക്, ലൈക്ഡ്, ലൈക്ഡ്. ലൈക്ക്, ലൈക്ഡ്, ലൈക്ഡ്. ലവ്, ലവ്ഡ്, ലവ്ഡ്. ലവ്, ലവ്ഡ്, ലവ്ഡ്. ആസ്ക്, ആസ്ക്ഡ്, ആസ്ക്ഡ്. അപ്പോൾ ഇവിടെ ഇ ഇല്ല, അപ്പോൾ നമ്മൾ ഇ ഡി ചേർക്കുന്നു. ആസ്ക്, asked, asked. Call, called, called. Call, called, called. Now we are looking at the further spelling rules. Cry, cried, cried. Carry, carried, carried. Parry, parried, parried. Here, cry. Cry is a word in which the word ends in the letter Y. ഇപ്പോൾ വൈയിലാണ് അവസാനിക്കുന്നത്, പക്ഷെ അതിന് തൊട്ട് മുമ്പത്തെ അക്ഷരം കോൺസണന്റ് ആണ്. ഇപ്പോൾ ക്രൈ, ക്രൈഡ്, ക്രൈഡ്. ഇപ്പോൾ ക്രൈയുടെ വൈ പാസ്റ്റിൽ വരുന്നില്ല. ക്രൈഡ് എന്ന് പറയുമ്പോൾ വൈ വരുന്നില്ല. വൈ ഡ്രോപ്പ് ചെയ്യുന്നു, അതിൻ്റെ സ്ഥാനത്ത് ഐ ചേർക്കുന്നു, പിന്നെ ഇ ഡി ചേർക്കുന്നു. ക്രൈ പെനൾട്ടിമേറ്റ് ലെറ്റർ അഥവാ തൊട്ട് മുമ്പത്തെ അക്ഷരം. ഇപ്പോൾ വൈയിലാണ് അവസാനിക്കുന്നത്, അതിൻ്റെ മുമ്പത്തെ അക്ഷരം 6 കോൺസണന്റ് ആണ്. കോൺസണന്റ് ആണെങ്കിൽ ഈ വൈയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു, അതിൻ്റെ സ്ഥാനത്ത് ഐ ചേർക്കുന്നു, പിന്നെ ഇ ഡി ചേർക്കുന്നു. ഇപ്പോൾ ക്രൈ, ക്രൈഡ്, ക്രൈഡ്. വൈയുടെ തൊട്ടുമുമ്പത്തെ അക്ഷരം വവൽ ലെറ്റർ ആണെങ്കിൽ, അപ്പോൾ ഒബേ ഇ ആണ്. ഒബേ വി ജസ്റ്റ് ആഡ്
ഇ ഡി. അതിൻ്റെ കൂടെ നമ്മൾ ഇ ഡി മാത്രം ചേർത്താൽ മതി, അവിടെ വൈ ഡ്രോപ്പ് ചെയ്യില്ല. ഇപ്പോൾ ഒബേ, ഒബേഡ്, ഒബേഡ്. പ്ലേ, PLAY. ഇപ്പോൾ വൈയുടെ മുമ്പ് എ ആണ്, വവൽ ലെറ്റർ ആണ്. ഇപ്പോൾ പ്ലേ, പ്ലേഡ്, പ്ലേഡ്. ക്ലോയ്, ക്ലോയ്, വൈയുടെ മുമ്പത്തെ അക്ഷരം ഓ, വവൽ ലെറ്റർ ആണ്. ക്ലോയ്, ക്ലോയിഡ്, ക്ലോയിഡ്. ക്ലോയ്, ക്ലോയിഡ്, ക്ലോയിഡ്. അപ്പോൾ here certain words which ends in C. Panic, panic. ഇത് ഫാസ്റ്റ് ഫോമിലേക്ക് വരുമ്പോൾ പാനിക് ഒരു കെ കൂടി വരും, CKED. പാനിക്ഡ്, പാനിക്ഡ്. പാനിക്, പാനിക്ഡ്, പാനിക്ഡ്. അതുപോലെ പിക്നിക്, NIC, സിയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാസ്റ്റിലേക്ക് വരുമ്പോൾ ഒരു കെ എക്സ്ട്രാ വരും, പിക്നിക്ഡ്, പിക്നിക്ഡ്. പാനിക്, പാനിക്ഡ്, പാനിക്ഡ്. പിക്നിക്, പിക്നിക്ഡ്, picknicked. Now let's look at examples of these verbs in sentences. Call is a regular verb, as I told you earlier. Call, called, called. Call me later. Call me later. പിന്നീട് വിളിക്കൂ. Call me later. That's the infinitive form of, or the base form of the verb. V1. I called him yesterday. I called him yesterday. That's a past form. I called him yesterday. ഞാൻ അവനെ ഇന്നലെ വിളിച്ചു. ഐ ഹാവ് കോൾഡ് ഹിം. ഐ ഹാവ് കോൾഡ് ഹിം. ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സമയം പറയുന്നില്ല. ഐ ഹാവ് കോൾഡ് ഹിം. ഹിയർ ദിസ് ഈസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് ഈസ് യൂസ്ഡ് വിത്ത് പെർഫെക്റ്റ് ടെൻസസ് ആൻഡ് പാസീവ് വോയിസസ്. ഇപ്പോൾ പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസുകളിലും അതുപോലെ പാസീവ് വോയിസുകളിലാണ് നമ്മൾ V3 ഉപയോഗിക്കുന്നത്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോംസ് ഉപയോഗിക്കാറുണ്ട്. Now the example with the irregular verb cut. Cut, cut, cut. മൂന്ന് ഫോം സെയിം ആണ്. Cut, cut, cut. Cut the apple. Cut the apple. Apple മുറിക്കൂ. Infinitive form or the base form. She cut the apple. She cut the apple. ഇവിടെ പാസ്റ്റ് ഫോം ആണ്. അവൾ ആപ്പിൾ കട്ട് ചെയ്ത് മുറിച്ചു. She cut the apple. Have you cut the apple? Have you cut the apple? നീ ആപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ടോ? നീ ആപ്പിൾ മുറിച്ചിട്ടുണ്ടോ? ഹാവ് യു കട്ട് ദ ആപ്പിൾ? നീ ആപ്പിൾ മുറിച്ചിട്ടുണ്ടോ? ഹിയർ ഇറ്റ് ഈസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. കട്ട്, 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 കട്ട്. കട്ട് ഈസ് ദ ഇൻഫിനിറ്റീവ് ഫോം ഇൻ ദ ഫസ്റ്റ് സെന്റൻസ്. In the second sentence, cut is the past form. And in the third sentence, cut is the past participle form. Cut, cut, cut. Here another irregular verb, drive, drove, driven. Drive, drove, driven. Drive slowly. മെല്ലെ പതുക്കെ ഡ്രൈവ് ചെയ്യാൻ. He drove slowly. He drove slowly. അവൻ പതുക്കെ ഡ്രൈവ് ചെയ്തു. I have never driven a truck. I have never driven a truck. ഞാൻ ഒരിക്കലും ഒരു ട്രക്ക് ഡ്രൈവ് ചെയ്തിട്ടില്ല. അപ്പോൾ here the verb drive, past form is drove and past participle form is driven. Drive, drove, driven. Drive slowly. He drove slowly. Had never driven a truck. Now examples with the verb cry. CRY, cry. When its past is formed, the I is dropped and I is added in that place and ed is added after it. Cry, cried, cried. Don't cry. Don't cry. That's a base form. Don't cry. The baby cried. The baby cried. കുട്ടി കരഞ്ഞു. The baby cried. Have you ever cried in the class? Have you ever cried in the class? നീ എപ്പോഴും ക്ലാസ്സിൽ വെച്ച് കരഞ്ഞിട്ടുണ്ടോ? Have you ever cried in the class? This is the base form, cry. This is the past form and this is the past participle form. V1, V2, V3. Cry, cried, cried. Don't cry. The baby cried. Have you ever cried in the class? Example with panic. Panic, panicked, panicked. അപ്പോൾ പാനിക് സിയിൽ അവസാനിക്കുന്നു. അപ്പോൾ പാനിക്ഡ് എന്ന് പറയുമ്പോൾ KED ആണ്, വെറും ED അല്ല. പാനിക്ഡ്, PANICKED. പാനിക്സ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈസ് ഓൾസോ ദ സെയിം. അപ്പോൾ ഡോണ്ട് പാനിക്, ഡോണ്ട് പാനിക്, ബേജാറാവേണ്ട, പാനിക് ആവേണ്ടെന്ന്. ഐ പാനിക്ഡ് വെൻ ഐ സോ ദ എലഫൻറ്റ്സ്. അപ്പോൾ എലഫൻറ്റിനെ കണ്ടപ്പോൾ ഞാൻ ബേജാറായി അല്ലെങ്കിൽ പേടിച്ചു. They were panicked by the gunfire. They were panicked by the gunfire. Here it is a past participle form. They were panicked by the gunfire. വെടിയേറ്റ് കേട്ടവർ പരിഭ്രാന്തരായി. They were panicked when they they were panicked by the gunfire. Don't panic
I panicked when I saw the elephant. They were panicked by the gunfire. Well, this verb panic, the past form is panicked, and the past participle form is panicked. Panic, panicked, panicked. This is a regular verb. That's why it is used in such a way as ed is added, k is added after c, panicked and panicked. Panic, panicked, panicked. Dear learners, for time being, let's wind up here and let's meet again in our next class. Thank you for watching. Thank you very much.